മഹാനായ ഇമാം ഷാഫി റഹിമുള്ള അദ്ദേഹം ആ കാലഘട്ടത്തിലുള്ള സൂഫി ചിന്താഗതിയെക്കുറിച്ച് അദ്ദേഹം പറയാണ്, ലൗ അന്ന റജുലൻ തസവ്വഫ അവ്വലൻ നഹാരി, ആരെങ്കിലും ഒരു പകലിൻ്റെ ആദ്യത്തിൽ തസവ്വുഫ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ലം യഅ്തി അലൈഹി ദുഹുറു ഇല്ലാ വജത്തുഹു അഹ്മക, അവന് ലുഹുർ കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും അവനൊരു ഭ്രാന്തനെ പോലെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക എന്ന് വളരെ കൃത്യമായി മഹാനായ ഇമാം ഷാഫി റഹിമുള്ള ഈ സൂഫി അല്ലെങ്കിൽ തസവ്വുഫിനെ കുറിച്ച് അല്ലെങ്കിൽ ഇത്തരം ചിന്താഗതികളെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും. മറ്റൊരു വാചകം അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടത്, മാ ലസിമ അഹദുനി സൂഫിയത്ത അർബഈന യൗമൻ, ഒരാൾ 40 ദിവസം സൂഫിയായി ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഫആദ അഖ്ലുഹു ഇലൈഹി അബദ, പിന്നെ ഒരിക്കലും അവനക്ക് ബുദ്ധി തിരിച്ചു കിട്ടുകയില്ല. അത്രമേൽ അയാൾ അതിൽ അഡിക്റ്റായി ഒരു ഭ്രാന്തനെ പോലെ അയാൾ ജീവിക്കുന്നുണ്ടാവും. അതാണ് ഇത്തരം ത്വരീക്കത്തുകളിലൂടെ നമ്മൾ ഓരോ ത്വരീക്കത്തിനെയും എടുത്ത് പരിശോധിക്കേണ്ട, എല്ലാ ത്വരീക്കത്തിൻ്റെയും പൊതുവായ സ്വഭാവങ്ങൾ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശത്തിൽ നിന്നും ആശയത്തിൽ നിന്നും ഒരുപാട് ബഹുദൂരം സഞ്ചരിച്ച് പുതിയൊരു മതമുണ്ടാക്കി അതിനനുസരിച്ച് ജീവിച്ച് പുതിയ രീതികളും പുതിയ കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ത്വരീക്കത്തുകളുടെ ഈ കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു രൂപം തന്നെ. അതിൻ്റെ വേറൊരു മുഖം മാത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. എല്ലാ ത്വരീക്കത്തുകളെയും പരിശോധിച്ചാൽ ഇതേയുള്ള സമാനമായ മുഖങ്ങൾ ഇനിയും കാണാൻ കഴിയും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.